എല്ലാവർക്കും സുഖമാണോ? അപ്പം ന്യൂ ഇയറിലെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഇത് വരാൻ കുറച്ച് ലേറ്റായി. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് 1 വീക്ക് കൊച്ചിയിൽ തന്നെ അങ്ങനെ കൂടി. അപ്പോൾ വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് ഈവനിങ്ങിന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മട്ടാഞ്ചേരിയിലൂടെ ഒരു സ്ട്രീറ്റ് റൈഡിന് പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരാൾ പിണങ്ങി നിൽക്കുന്നുണ്ടോ? അത് വേറൊന്നും കൊണ്ടല്ല, അവളെ കൂട്ടാതെ വീഡിയോ എടുത്തേനാ. പിന്നെ ആൾക്കൊരു മൂഡ് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മൂഡ് ഔട്ട് മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ 3 പേരും കൂടി ജോയിൻ ചെയ്തു. നിധിക്കുട്ടിനെയും കൂടെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ആള് ഹാപ്പി ആയിട്ടോ. മട്ടാഞ്ചേരി എന്ന് തന്നെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം വന്ന 2 കാര്യങ്ങളിൽ ഒന്ന് സിനഗോഗായിരുന്നു. പക്ഷെ സാറ്റർഡേ അവിടെ ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാലും പ്ലാൻ ഫ്ലോപ്പായി. എന്നാൽ പിന്നെ വന്നതല്ലേ, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. ആക്ച്വലി മട്ടാഞ്ചേരി സിനഗോഗിൻ്റെ ഏരിയ നല്ല ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഫോറിൻ കൺട്രി വൈബ് തന്നെ കിട്ടും. അങ്ങനെ ആ വൈബൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ടുള്ള റൈഡ് തുടങ്ങി. മട്ടാഞ്ചേരി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിലോട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഒത്തിരി സന്തോഷവും സങ്കടവും അതുപോലെ തന്നെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാനും സംസാരിക്കാനും വേണ്ടി പോകുന്നൊരു സ്ഥലമാണിത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ കുരിയച്ചൻ്റെ നടയിലാണ്. പ്രാന്തം കുരിയച്ചൻ എന്നും പറയും. ചെറുപ്പത്തിലെ അമ്മ കൊണ്ടുപോയി ശീലമൊരു സ്ഥലമാണിത്. ഇവിടെ വന്ന് കുരിയച്ചനോട് എല്ലാം ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടും. പുതിയൊരു വർഷമല്ലേ, എല്ലാം ഒന്ന് മിന്നിച്ചേക്കണേ, സ്നേഹമുള്ളവർ എന്നും കൂടെ ഉണ്ടാവണേ, എന്ത് വിഷമമുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി തരണേ എന്നൊക്കെ കുരിയച്ചനോട് പറഞ്ഞിട്ട് പതിയെ ഞങ്ങളവിടെ നിറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ ബൈ ബൈ.